മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബോൺലെസ് ചിക്കനാണ് വാങ്ങിയത്. ഒരു 8 ഉരുളക്കിഴങ്ങ് പുഴുകി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പൊടിച്ചെടുത്താൽ മാത്രം മതി. ചിക്കനകത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനകത്തിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചു. ഇനി ഇത് ഒന്ന് നല്ലവണ്ണം വെള്ളം വറ്റി കിട്ടണം. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് കീറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയാണ്. ഇതെല്ലാം റെഡിയാക്കി ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ചിക്കൻ വെന്ത് വെള്ളം വറ്റി വരുന്നു. ഇച്ചിരി നേരം കൂടെ വെച്ച് ആ വെള്ളം കംപ്ലീറ്റ് ഞാൻ വറ്റിച്ചെടുത്തു. ഇപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. ആറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ബ്രെഡ് ക്രംസ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിനകത്തിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരണം. അത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരുവിധം ഒന്ന് മൂപ്പായി കഴിയുമ്പോഴത്തേക്ക്, ഒരുപാടങ്ങ് മൂക്കണ്ട, കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിലേക്ക് നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. സവാളയും ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ ഇനി ഒരുമിച്ച് മൂത്തുകൊള്ളും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂത്ത് കിട്ടണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ എളുപ്പം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് അതിനകത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ടത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ മൂക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ബ്രൗൺ നിറമാകണമല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ, ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ചെറിയ തീയിലാക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ ഇപ്പം ആറിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഒരുമിച്ച് പൊടിക്കാൻ പറ്റിയില്ല. അത് രണ്ടായിട്ടിട്ടിട്ട് അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് ഇപ്പോൾ ഒരു മൂപ്പായി. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറി ബ്രൗൺ നിറമാകണം. അതുവരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു. ഇപ്പോൾ ഇത് പൊടികളൊക്കെ ഏകദേശം മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയെല്ലാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തത്തക്കവണ്ണം അത് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി ഞാനത് യോജിപ്പിച്ചു. ഇപ്പോൾ അത് ഏകദേശം ഒരുവിധം നല്ലവണ്ണം മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് ഉഴുങ്ങി പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം ഒരേപോലെ അകത്തക്കണം ഒരു മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇതിനി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വീണ്ടും ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് റെഡിയാക്കി മസാലയും പൊട്ടറ്റോയും ചിക്കനും എല്ലാം ഒരേപോലെ അകത്തക്കണം കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം ഇനി അതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നതാണ് അടുത്ത ജോലി. ഇതൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഓരോ ഉരുളകളാക്കിയതിന് ശേഷം ഒരു ചെറിയ ബോൾ പോലെ ഒരു വലിയ നാരങ്ങയുടെ അത്രയും എടുത്ത് ഒന്ന് നന്നായിട്ട് ഉരുട്ടി കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. പരത്തിയിട്ട് ഇത് ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് മുട്ടയുടെ വെള്ളയിൽ മുക്കിയെടുക്കുകയാണ്. എന്നിട്ടത് ബ്രെഡ് ക്രംസിലേക്ക് മുക്കുകയാണ്. ബ്രെഡ് ക്രംസ് പൊതിഞ്ഞതിന് ശേഷം ഞാനതൊരു കണ്ടെയ്നറിനകത്തിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ അന്നേരം നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അങ്ങനെ കുറേ ഞാനിപ്പം റെഡിയാക്കി കഴിഞ്ഞു. കുറച്ച് കൂടെ ഇനി റെഡിയാക്കാനുണ്ട്. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇത് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യാം. എണ്ണ കുറച്ചായാലും മതി, പക്ഷേ ഡീപ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും സേഫ്. പൊടിഞ്ഞു പോകത്തില്ല. എന്നിട്ട് അത് ഒരു സൈഡ് നല്ലവണ്ണം ബ്രൗൺ നിറമാകുന്നത് വരെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞു, അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാനങ്ങനെ ഓരോന്നും തിരിച്ചിട്ട് എല്ലാം ഇപ്പം മറിച്ചിട്ട് കൊടുത്തു. ഇനി മറുവശം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം അടിവശവും മൂത്ത് കഴിഞ്ഞു, ഞാനതെല്ലാം കോരിയെടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.